പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാണ്ട് തന്നെ നമുക്ക് കണ്ടല്ലോ, നമുക്ക് നമ്മുടെ പപ്പായയുടെ എടുത്തിട്ട് ഇതിൻ്റെ കറ എടുക്കുക. ഇതിൻ്റെ കറ എടുത്തിട്ട് ഈ കറ ഇങ്ങനെ പിടിപ്പിക്കുക. ഇങ്ങനെ പിടിപ്പിച്ച് ഒരു മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് വെച്ചാലും കണ്ട ഇങ്ങനെ കുഴി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് നമുക്കിത് കിളിർത്ത് കിട്ടും. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതായത് ഇതിന്റെ തണ്ട് മൂത്താൽ മാത്രമേ ഇത് കൂടുതൽ പിന്നെ ഫ്ലവറിങ് ഉണ്ടാകത്തുള്ളൂ. സാധാരണ എന്ന് വെച്ചാൽ ഒരു ഡിസംബർ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിലാണ് ഇതിന് ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ ചൂട് കൂടുതലുള്ള സമയമാണ്. ഇതിന്റെ ഇല തന്നെയാണെങ്കിൽ നല്ല പച്ച കളറാണ്, അതൊരു പ്ലാസ്റ്റിക് മാതിരി ഇരിക്കും. പിന്നെ ഇതിന്റെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ദിവസം നിൽക്കത്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ